ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു. ഓഫ് ഉള്ളൊരു ഡേ ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ നല്ല ലേറ്റ് ആയി. ഇപ്പൊ 10 o'clock ആയി സമയം. 1 മണിക്കൂർ മുന്നേ ഒരു 9 ഒക്കെ ആയപ്പോൾ എഴുന്നേറ്റു. അപ്പൊ എഴുന്നേറ്റിട്ട് ഒരു കോഫിയൊക്കെ ഞാൻ ഉണ്ടാക്കി കുടിക്കാനായിട്ട്. പിന്നെ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും വെക്കാനാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ അതൊക്കെ ചെയ്യണം. കുറേ ദിവസത്തിന് ശേഷമൊക്കെ ഇങ്ങനെ ഓഫ് കിട്ടുമ്പോൾ, കുറേ ദിവസമല്ല 2 ദിവസത്തിന് ശേഷം ഓഫ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഒന്ന് റെസ്റ്റ് എടുക്കണം, ഒന്ന് കുറച്ച് നേരം നന്നായിട്ട് ഉറങ്ങണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും. ഫാമിലി ആയിട്ട് ജീവിക്കുന്നവർക്കൊന്നും അത് പറ്റത്തില്ലായിരിക്കും, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ. അപ്പം നമുക്ക് ഇപ്പോഴല്ലേ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടല്ല ഇങ്ങനെ കുഴച്ച് കുറച്ച് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പ്രോപ്പറായിട്ടൊന്നും ഉരുട്ടി വെച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെച്ചു. ഇനിയിപ്പോൾ പരത്തുന്നതിന് മുമ്പ് ശരിക്കും ഒന്ന് ഷേപ്പ് ആക്കണം. അവൾക്ക് അങ്ങനെ ചപ്പാത്തി രാവിലെ കഴിക്കുന്നതിനോട് വലിയ ഇഷ്ടം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആരാണ് എഴുന്നേക്കുന്നത് അവരെന്തെങ്കിലും ഉണ്ടാക്കും, അങ്ങനെ കഴിച്ചു പോകും. നമ്മുടെ സൈഡിലോട്ടൊക്കെയല്ലേ കൂടുതൽ രാവിലെ ചപ്പാത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത്. ബാക്കിയുള്ളിടത്തൊക്കെ നോർത്ത് സൈഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ലഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെയല്ലേ അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് ഇന്ന്, അതൊക്കെ ഞാൻ വഴിയേ പറയും. കാരണം ഞങ്ങളുടെ പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പം രാവിലെ തീരുമാനിക്കും, ഉച്ചയാകുമ്പോഴത്തേക്കിന് ക്യാൻസലാകും. വൈകിട്ട് തീരുമാനിക്കുവാണെങ്കിൽ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും അത് ക്യാൻസൽ ചെയ്തിരിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. ഇവിടെ പ്ലാൻ ചെയ്തതൊക്കെ നടക്കുവാണെങ്കിൽ ഞാൻ പറയാം, അത്രയേ ഉള്ളൂ. ഞാൻ ഇനി എൻ്റെ കുക്കിംഗ് പരിപാടിയിലോട്ട് തുടങ്ങിയിട്ട് ഞാനിവിടെ ആലു വേകാനായിട്ട് കുക്കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംസാരിക്കാം. അപ്പോൾ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ. അപ്പം ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ. അവൾ ഫോൺ വിളിക്കുവാണ് വീട്ടിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഒരുമിച്ച്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഓർത്തു, എനിക്കിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇനി മാക്സിമം ഓരോ വീഡിയോസിലും അതിനുള്ള കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ താമസിക്കുന്ന ഏരിയ ഈ വെസ്റ്റേൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രിസ്റ്റോള്, ഈ ഒരു ഏരിയയിൽ എങ്ങനെയാണ് എക്സ്പെൻസ്, എങ്ങനെയാണ് ഫാമിലിയായിട്ട് ജീവിക്കാൻ സെറ്റിൽഡ് ആകാൻ നല്ലതാണോ എന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിപ്പോൾ സിംഗിളായിട്ട് ജീവിക്കുന്നത് കൊണ്ട് ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ ആ ഒരു എക്സ്പെൻസിനെ കുറിച്ച് എനിക്ക് അത്ര കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല. എന്നാലും എനിക്കറിയാവുന്ന പോലെ ഇവിടെ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം ഒരു സിംഗിളായിട്ട് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി നമുക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളൊരു 850 ഒരു വീട് ഒറ്റയ്ക്കെടുത്ത് നിങ്ങൾ മാത്രം വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ടാക്സ് കൊടുക്കുന്നു, പിന്നെ ബിൽസ് കൊടുക്കുന്നു, അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. ഇപ്പം ഞങ്ങളുടെ കേസ് എടുക്കുവാണെങ്കിൽ ഞങ്ങൾ ഈ ഒരു വീട് എടുത്തിട്ട് 2 പേരുണ്ടല്ലോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഞങ്ങൾക്ക് നന്നായിട്ട് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ എക്സ്പെൻസീവ് ഏരിയ ആണോ എന്ന് ചോദിച്ചാൽ ഇപ്പം ബ്രിസ്റ്റോളും ഈ ഒരു പ്ലേസും കൂടെ ആണ് എല്ലാവരും കമ്പയർ ചെയ്ത് ചോദിക്കുന്നത്. അപ്പം ബ്രിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസിനെക്കാട്ടിലും ഡബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ഈ വീടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എല്ലാ വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലൊരു 850 ഒരു വീട് അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പോസിബിളേ അല്ല. അവിടെ ഒരു 1400 ഒക്കെ ആവും ഇങ്ങനെ ഒരു വീട് കിട്ടണമെങ്കിൽ. അപ്പോൾ അങ്ങനെ നല്ല ഹ്യൂജ് ഡിഫറൻസ് ആണ് ഉള്ളത്. അവിടെ നല്ല കുറച്ച് എന്താ പറയുക, എക്സ്പെൻസ് കൂടുതലാണ്. പക്ഷെ അതുപോലെ ഒത്തിരി ഗുണങ്ങളും ഉണ്ട്. കാരണം നമുക്ക് ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും കുറച്ചുകൂടെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ എല്ലാ ഫെസിലിറ്റീസും ഒത്തിരി അവൈലബിൾ ആണ് അടുത്തടുത്ത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുന്നവരാരും ജീവിക്കാതിരിക്കുന്നില്ലല്ലോ, അവരും അത് മാനേജ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഫസ്റ്റ് തന്നെ അവിടെ ആയിരുന്നു പോയതെങ്കിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തേനെ. എനിക്കത് വലിയ ഭാരമായിട്ടോ അല്ലാതെ ഒത്തിരി എക്സ്പെൻസീവ് ആണെന്ന് ചിലപ്പം തോന്നത്തില്ലായിരിക്കും. പക്ഷെ ഇവിടുത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അവിടെ ഇത്തിരി കൂടുതലാണെന്ന്. അത്രയേ ഉള്ളൂ. പിന്നെ ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോഴെന്ന് ചോദിച്ചാൽ ഫാമിലി ആയിട്ട് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്നവരാണെങ്കിൽ ഇവിടെ എഡ്യൂക്കേഷൻ ഫ്രീ ആണെങ്കിലും യൂണിഫോമും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ പൈസ കൊടുത്ത് വാങ്ങിക്കണം, അതൊന്നും ഫ്രീ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എക്സ്പെൻസിൻ്റെ സൈഡിൽ കൂടെ മാത്രമല്ലാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇതിപ്പോൾ ഈ പ്ലേസിൽ നിന്നല്ല, ബ്രിസ്റ്റോളിൽ നിന്നല്ല, UK എവിടെ വന്നാലും ഹസ്ബൻഡ് വൈഫ് അവരുടെ ലൈഫ്
ഫുള്ളി എന്താ കിഡ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത്. ഞാൻ ഇത്രയും ദിവസം കണ്ടതി വെച്ചിട്ട് പറയുവാണ്. ഹസ്ബൻഡ് ഇപ്പം നൈറ്റ് ഡ്യൂട്ടിക്കാണ് പോകുന്നതെങ്കിൽ അപ്പോൾ വൈഫ് ഡേ ഡ്യൂട്ടി ആയിരിക്കും. അവർ തമ്മിലൊരു ഹാൻഡ് ഓവർ കൊടുത്തിട്ടാണ് അവർ ഡ്യൂട്ടിക്ക് പോകുന്നു വരുന്നു. അങ്ങനെ ഒരു ലൈഫാണ് കൂടുതലും പേർക്ക്. പിന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എൻജോയ് ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ ജസ്റ്റ് കണ്ട കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയത്തില്ല. നിങ്ങൾ ഇവിടെ വന്നു, ഇവിടെ നല്ലതാണ്, നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. ഫാമിലി ആയിട്ടാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ താമസിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഓക്കെയാണ്, നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ. സിംഗിളായിട്ടുള്ളവർക്ക് നമുക്ക് തന്നെ മാനേജ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അത്ര ബുദ്ധിമുട്ടോ അത്ര എക്സ്പെൻസീവോ അല്ല. ആക്ച്വലി കമ്പയർ ചെയ്ത് കുറേ സ്ഥലങ്ങൾ വെച്ച് നോക്കുവാണെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ വെസ്റ്റേൺ എന്ന് പറയുന്നത്, വെസ്റ്റേൺ സൂപ്പർമെയർ എന്ന് പറയുന്നത്. പിന്നെ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി പണ്ടും പിന്നെ ഒരു വർഷം മുന്നേ വന്നവരെയൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പം കുറച്ചുകൂടെ എല്ലാത്തിനും വില, റെന്റ് കൂടി, സാധനങ്ങളുടെ വിലയൊക്കെ കൂടിയെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അടുത്തൊരു ചേച്ചിയുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി താമസിക്കുന്നത്, പുള്ളിക്കാരി ഒരു വർഷം മുന്നേ, ഒരു വർഷം ആയിട്ടില്ല, ഒരു 7 months അങ്ങാണ്ട് ആയതേ ഉള്ളെന്ന് തോന്നുന്നു വീടെടുത്തിട്ട്. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു കിച്ചണുണ്ട്, വലിയൊരു കിച്ചൺ, പിന്നെ നല്ലൊരു ഡൈനിങ് റൂം, അത് നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു കോമൺ ഹാളുണ്ട്. പിന്നെ അപ്സ്റ്റെയറിലാണെങ്കിൽ 3 bedroom ഉണ്ട്. അതുപോലെ അപ്സ്റ്റെയറിലും ഡൗൺ സ്റ്റെയറിലും ഓരോ ബാത്റൂം ഉണ്ട്. ഇത്രയും വലിയൊരു വീടിന് അവർ കൊടുക്കുന്ന റെന്റ് എന്ന് പറഞ്ഞാൽ 1000 pounds. ഞങ്ങൾ ഈ ഒരു കുഞ്ഞ് വീടിന് കൊടുക്കുന്നത് 850 pounds. അപ്പോൾ ഡേ ബൈ ഡേ ഈ പറയുന്ന വാല്യൂസിലും ഈ പറയുന്ന എക്സ്പെൻസീവിലും ഒക്കെ നല്ല വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം പ്രസൻ്റ്ലി ഉള്ളൊരു കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് വരാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വരുന്ന സമയം ഇങ്ങനെ ഇവിടുത്തെ ചിലവും കാര്യമൊക്കെ വേണമെങ്കിൽ ഇതിലും കൂടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഏൺ ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമുക്ക് നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ 3 days വീക്ക് ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് നമുക്കെല്ലാം എന്താ പറയുക മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. നമുക്ക് ബാങ്ക് ഷിഫ്റ്റ് എടുക്കാം. നമുക്ക് പിന്നെ നൈറ്റൊക്കെ കിട്ടുവാണെങ്കിൽ, വീക്കെൻഡ് ഡ്യൂട്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് കുറച്ച് സാലറിയിൽ നല്ല എന്താ പറയുക വേരിയേഷൻ ഉണ്ട്, കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അല്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മളിവിടെ സേവ് ചെയ്ത് വെക്കുന്നതെല്ലാം നമ്മൾ വർഷത്തിലൊരിക്കൽ നാട്ടിൽ പോവുകയാണെങ്കിൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. സ്പെഷ്യലി ഫാമിലി ആയിട്ട് താമസിക്കുന്നവർ. കാരണം ടിക്കറ്റ് എടുത്ത് അവിടെ പോവുക തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത്, പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടും കുറേ ചിലവുകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത്രയ്ക്കുള്ള എന്താ സേവിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ. അപ്പോൾ അത്ര കാണാൻ വഴിയില്ല, എന്നാലും മാനേജ് ചെയ്തു പോവാം. നാട്ടിൽ നമുക്ക് എന്താ പറയുക, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തോരം പൈസയാണ് പോകുന്നത്. പിന്നെ ഇവിടെ നിന്ന് അസുഖം വന്നാലും പൈസ അത്ര മെഡിക്കൽ ഫ്രീ ആണെന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇവിടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അസുഖം വന്ന് പോയി കഴിയുമ്പോഴായിരിക്കും അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ആ വഴിയാണ് എനിക്ക് തോന്നുന്നത്, അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്, മെഡിക്കൽ ഫ്രീ ആണെന്ന്. ചുമ്മാതെ പറഞ്ഞാൽ മെഡിക്കലൊക്കെ ഫ്രീ ആണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ നല്ല ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ചെയ്യാനും പറ്റും. നമുക്ക് എല്ലാ ഇയറിലും നാട്ടിൽ പോകാനും എല്ലാ കാര്യത്തിനുള്ള പൈസ നമ്മുടെ കയ്യിൽ കാണും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ പോയി വരിക എന്ന് പറയുന്നതൊക്കെ ഒത്തിരി ചിലവുള്ള കാര്യമാണ്. അങ്ങനെയുള്ളപ്പം കുറച്ച് ഞെരുക്കം വരും. അല്ലാതെ എനിക്ക് തോന്നുന്നു നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു ന്യൂക്ലിയർ ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകാനും, പിന്നെ നമ്മുടെ പേരൻസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് മന്ത്ലി ഒരു എമൗണ്ട് ഇട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ ഏരിയയിൽ താമസിക്കുന്ന ചേച്ചിമാർ ഫാമിലി ആയിട്ട് താമസിക്കുന്നവരോട് ചോദിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വലിയ ആവശ്യങ്ങളും എല്ലാം വന്നാൽ അതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു എക്സ്പെൻസും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ. ഈ എക്സ്പെൻസ് എന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ റെൻ്റ് ആയിരിക്കുമല്ലോ. കാരണം ബാക്കി സാധനങ്ങൾക്കൊക്കെ വില ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും. പിന്നെ സൂപ്പർ മാർക്കറ്റ്സ് ആണെങ്കിൽ ടെസ്കോ, ആസ്ഡ, ആൽഡി, ഇതെല്ലാം എല്ലായിടത്തും UK ത്രൂ ഔട്ട് UK ഉള്ള കുറച്ച് സൂപ്പർ മാർക്കറ്റ്സ്. അപ്പോൾ അവിടെ വിലയൊക്കെ വലിയ വേരിയേഷൻ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു ഐഡിയ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ നന്നായിട്ട് അന്വേഷിച്ച്, ഇപ്പോൾ എനിക്ക് ഇത്ര മാസത്തെ എക്സ്പീരിയൻസേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. അപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഒന്നിനും എടുത്തു ചാടരുത്. എനിക്ക് എന്താണോ ഫീൽ ആയത്, ചിലപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ ഒത്തിരി മണ്ടത്തരങ്ങളൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ ആരോടെങ്കിലും അന്വേഷിച്ചിട്ട് വേണം നിങ്ങളിവിടെ വരുന്നതിന് മുന്നേ എല്ലാം റെഡിയാകാനായിട്ട്. അപ്പോൾ എന്നാടേലും കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഞങ്ങൾ എന്താ പരിപാടി, ഇനിയൊന്നുമില്ല, ഫുഡ് കഴിക്കണം. പിന്നെ കുറച്ച് നമ്മുടെ വാഷിങ്ങും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്.
അതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ അന്നേരം കാണാം ഇനിയും. ഓക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം വീട്ടിലേക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്. ഒന്നല്ല, ഒരുപാട് ബീച്ചുണ്ട്. അപ്പോൾ അവിടെ ചുമ്മാ കുറച്ച് നേരം പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പിക്ചർ കാണാൻ പോകണം. അപ്പോൾ അവൾ അതിന് വരുന്നില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. മലയാളം മൂവിയാണ്. അപ്പോൾ ഏതാണെന്നൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ എന്താണെങ്കിലും ഞങ്ങളോർത്ത് എന്നും വീട്ടിലിരിക്കുമല്ലേ, അപ്പോൾ ഒരു ദിവസം രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ പോയിട്ട് വരാമെന്ന് ഓർത്തു. ഇപ്പം ഡ്യൂട്ടിയൊക്കെ ആണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടാണ്, കുറച്ച് കണ്ടിന്യൂസ് ഒക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് സമയമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇന്നൊരു ദിവസം കുറച്ച് റിലാക്സ് ആകാമെന്ന് വിചാരിച്ച് പോകാനിറങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെ സർക്കസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ബഹളവും ഒക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ബീച്ചിൻ്റെ തീരത്തായിട്ട് തന്നെ സർക്കസിൻ്റെ എല്ലാ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ആളുണ്ട്. ഈ കിടക്കുന്ന വണ്ടിയെല്ലാം ഇതിനു വേണ്ടി വന്ന് പാർക്കിംഗ് ചെയ്തേക്കുവാണ്. എല്ലാ നാട്ടിൽ നിന്നുള്ളവരും ഉണ്ട്. അപ്പം മുടി കാറ്റായതുകൊണ്ട് മുടിയെല്ലാം പറക്കുന്നത്. അപ്പം ഞങ്ങൾക്കും വരണമെന്നുണ്ട്, പക്ഷെ ഇപ്പോഴില്ല, നോക്കട്ടെ. വീല് കണ്ടില്ലേ? ഈ വീലിൻ്റെ ഈ സംഭവം ഞങ്ങൾ ബ്രിസ്റ്റോളിൽ പോയൊരു പ്രാവശ്യം വന്ന സമയത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ കയറിയപ്പോൾ ഞങ്ങൾക്ക് 6 pounds ആയി. 6 pounds ആയതിൻ്റെ എല്ലാം നമുക്ക് ഒരു എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടത്തില്ല. സ്ലോ ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കയറാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കണ്ട ഉടനെ അവൾ എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു എനിക്ക് കയറണമെന്ന്. കാരണം അന്ന് ഞങ്ങൾ കയറിയിട്ട് നമുക്കൊരു സുഖമില്ല, ഒന്നും ശരിക്കും കാണാൻ പറ്റി, ഇച്ചിരി ഹൈറ്റിൽ നിന്ന് എല്ലായിടവും, പക്ഷെ അല്ലാതൊരു എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഞാനും ചേച്ചി മന്ത്രിയും കൂടെ പോയേ. അപ്പോൾ അവൾ കളിയാക്കിയെന്ന് ചോദിക്കും അതിനൊക്കെ കയറണമെന്ന്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു നമുക്ക് അതിൽ ഭേദം പൈസ കൊടുത്ത് പോയി സർക്കസിനും ടിക്കറ്റ് എടുത്ത് കണ്ടുകൂടെ. അപ്പം നമുക്ക് എക്സ്പെക്റ്റ് ഒത്തിരി ചെയ്ത് പോയത് കൊണ്ടായിരിക്കും ഒരു രസമില്ലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടി കയറാം. ഓക്കേടാ, ബൈ ബൈ. അപ്പം മന്ദിരം തിരിച്ചു പോയി. ഞാൻ പിന്നെ ഇവിടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അവിടെയും പിന്നെ വേറൊരു ചേച്ചിയുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 2 പേരും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർ ശ്വാസം പിടിച്ചിരിക്കുമോ, സൗണ്ടൊന്നും കേൾപ്പിക്കാതെ അവരുടെ കൂട്ടത്തിലാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു 4 minutes 5 minutes വാക്കിങ്ങേ ഉള്ളൂ. മലയാളം മൂവി ആണെങ്കിലും മന്ദിരയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു, പക്ഷെ അവൾക്ക് വേറെ കുറച്ച് കാരണങ്ങളുള്ളത് കൊണ്ട് അവൾ വന്നില്ല. അപ്പോൾ ഇനി എന്താണെങ്കിലും ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തു. ഓൺലൈനിൽ ബുക്ക് ചെയ്തപ്പോൾ 11 pounds ആണ് ഒരാൾക്കായത്. അപ്പോൾ ഇനിയിപ്പം 8:40ക്കാണ് ഷോയ് ഈവനിങ്ങിൽ. അപ്പോൾ എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഇറങ്ങണം. അപ്പം നമ്മൾ മൂവി കാണാനായിട്ട് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടുന്ന് 6 minutes വാക്കിംഗ്. നമ്മൾ നടന്ന് തിയേറ്ററിൻ്റെ അടുത്തെത്തി. അപ്പോൾ നമ്മൾ ഈ സിനി വേൾഡിലാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്, ടിക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ വേറൊരു തിയേറ്ററും ഉണ്ട്. അപ്പം ഇപ്പോൾ ഈ മൂവി ഇവിടെയാണ് റിലീസായത്. അപ്പോൾ ഇന്നലെ ഇന്നും നാളെ 3 ദിവസത്തെയാണ് ഷോയ്. അപ്പോൾ നാളെ ആകുമ്പോൾ എനിക്ക് ഓഫാണ്, ഇന്നും ഓഫായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് രാത്രി ഇച്ചിരി താമസിച്ചാലും റെസ്റ്റ് എടുക്കാനൊക്കെ ടൈമുണ്ടല്ലോ. അപ്പോൾ എന്നാണെങ്കിലും ഇനി ഞാൻ മൂവിയൊക്കെ കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂ. അപ്പം ഞാൻ മൂവിയെല്ലാം കണ്ട് ഇപ്പം വീട്ടിൽ തിരിച്ചെത്തി. ഇപ്പം സമയം 1:07 അപ്പം ഞാൻ അവിടെ നിന്നിട്ടൊന്നും സംസാരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ടാക്സി ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു.
അപ്പോൾ പിന്നെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ ചെറിയൊരു ടെൻഷനായി. അതുകൊണ്ട് ഞാൻ ഓർത്തു ഓക്കെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി കാര്യങ്ങളൊക്കെ പറയാമെന്ന്. പിന്നെ ഞാൻ കുറച്ച് നേരം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അപ്പോൾ ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എനിക്ക് ഒത്തിരി 100% പറയാം, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഈ ഫ്ലഡ് 2018 നടന്ന സമയത്ത് ഞാൻ എൻ്റെ നഴ്സിംഗ് ഫൈനൽ ഇയർ പഠിക്കുന്ന സമയമാണ്. അന്നേരം ഈ മഴയൊക്കെ ആയതുകൊണ്ട് കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിലൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ദൈവം സഹായിച്ച് അവിടെ ഒന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുറേ പേര് ഒത്തിരി ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്തു. ഈ ഫിലിമിൽ ശരിക്കും നമുക്ക് ആ ഒരു സാഹചര്യം പിന്നെ ഒന്ന് ഓർത്തെടുക്കാനും അന്ന് ഹെൽപ്പ് ചെയ്തവരോട് ഒന്നും കൂടെ ഒന്ന് മനസ്സിൽ നന്ദി പറയാനും ഒക്കെ അങ്ങനെ തോന്നിയൊരു നല്ലൊരു പിക്ചറായിരുന്നു. നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു ഫിലിം കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സൈഡിൽ നിന്ന്. അപ്പം ഈ ഇൻ്റർവെൽ സമയത്തും എന്താ പറയുക, എനിക്കൊന്നും അന്നേരം പറയാൻ തോന്നിയില്ല. ഞാൻ ശരിക്കും ഫിലിമിൽ ലയിച്ചിരിക്കുമായിരുന്നു. ഞാൻ പിന്നെ അത് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഫിലിം കാണാനായിട്ട്. അപ്പോൾ എന്താണെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി അതിൻ്റെ എക്സ്പീരിയൻസ് അറിഞ്ഞ് കാണാനായിട്ട് നോക്കുക, നല്ലതായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഫ്രഷൊക്കെ ആയി കിടന്നുറങ്ങണം. നാളെ ഡ്യൂട്ടി ഇല്ല. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.